തിരുവല്ലയിലും കൊല്ലത്തും പുതിയ ഹൈപ്പർ മാർക്കറ്റുകൾ തുടങ്ങാനായി 34 കോടി രൂപയുടെ എസ്റ്റിമേറ്റ്. മൂന്നാറിലുണ്ടായിരുന്ന പഴയ ടി.വി മാറ്റി വിപുലമായ ഹോളിഡേ ഹോം. നിലവിലുള്ള സൂപ്പർ മാർക്കറ്റുകളുടെയും ഹൈപ്പർ മാർക്കറ്റുകളുടെയും നവീകരണത്തിന് 1 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ. ഇവയ്ക്കെല്ലാം സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അംഗീകാരം നൽകി കഴിഞ്ഞു. ഇത് പ്രകാരം അറ്റകുറ്റപ്പണി നടക്കാൻ പോകുന്ന ചില കെട്ടിടങ്ങൾ കാണുക. ഗാന്ധിനഗറിലെ ഹൈപ്പർ മാർക്കറ്റ് 2009 കോടികൾ ചെലവിട്ട് നിർമ്മിച്ച 4 നില കെട്ടിടത്തിലെ ഒരു നില മാത്രമാണ് ഇത്രയും കാലം ഉപയോഗിച്ചത്. മേഖലാ ഓഫീസ് 2ാം നിലയിലേക്ക് മാറ്റാൻ വേണ്ടി വീണ്ടും ചെലവഴിക്കാൻ പോകുന്നത് 4 ലക്ഷം രൂപ. ഇതാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ കല്ല് ഗോഡൌൺ. ഇതിന്റെ ഈ 1ാം തരം മേൽക്കൂര മാറ്റി ഷീറ്റിടാൻ അനുവദിച്ചിരിക്കുന്നത് 1 കോടി 2 ലക്ഷം രൂപയാണ്. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കല്ല് ഗോഡൌണിന്റെ ഓടിട്ട മേൽക്കൂരയ്ക്ക് കാര്യമായ കേടുപാടുകളില്ല. ചില മാവേലി സ്റ്റോറുകളും ഇത്തരത്തിൽ നവീകരിക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ നൽകുന്ന സാധനങ്ങൾക്കടക്കം സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ വലിയ ക്ഷാമം നേരിടുന്നുവെന്നിരിക്കെയാണ് ഈ അനാവശ്യ ധൂർത്ത്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കോർപ്പറേഷനിൽ നിന്ന് വിരമിച്ചവർക്കുള്ള ആനുകൂല്യങ്ങൾ പോലും കൊടുത്തു തീർക്കാത്ത സാഹചര്യത്തിലുള്ള ഈ നവീകരണ പ്രവർത്തനം ജീവനക്കാർക്കിടയിൽ പ്രതിഷേധമുണ്ടാക്കിയിട്ടുണ്ട്. ക്യാമറാമാൻ സിജോ സുധാകരനൊപ്പം സന്ധ്യ, മീഡിയ 1 കൊച്ചി.